ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പല്ലവിയെ ജഡ്ജിയുടെ മുന്നിലൂടെ എടുത്തു പൊക്കിക്കൊണ്ട് വന്ന് സേതു. അപ്പോൾ സേതുവായിട്ട് എന്തീ കാണിക്കുന്നത്, കോടതിയാണെന്നും പറഞ്ഞുകൊണ്ട് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ ആയിക്കോട്ടെ അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് ഇതിന് വേണ്ടിയിട്ടല്ലേ എന്നിങ്ങനെ നമ്മുടെ സേതു ചോദിക്കുമ്പോൾ ഇത്രയും ദിവസം തീ തിന്ന് ഞാൻ കാത്തിരുന്നത് മുഴുവനും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണെന്ന് നമ്മുടെ പല്ലവി സേതുവിനോട് പറയാം. ഞാനും അതിനുവേണ്ടി തന്നെയാണ് കാത്തിരുന്നതെന്ന് സേതു അന്നേരം പല്ലവിയോട് പറഞ്ഞു. നമ്മുടെ സ്നേഹം എനിക്കിങ്ങനെ പ്രകടിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും പല്ലവി നിന്ന് കരഞ്ഞു. അയ്യോ കരയാതെടൊന്നും പറഞ്ഞുകൊണ്ട് പല്ലവിയെ സമാധാനിപ്പിക്കുക ചെയ്തു. അപ്പം സന്തോഷം കൊണ്ടാണ് ഞാൻ കരയുന്നത്. ഈ ഒരു വിജയം അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും അത് സേതുവായിട്ട് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞ് പല്ലവി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആ ക്രെഡിറ്റ് ഒന്നും വേണ്ട, തൻ്റെ ആ ഒരു ധൈര്യമാണ് ഈ കേസ് ജയിക്കാൻ കാരണമായതെന്ന് സേതു പല്ലവിയോട് പറയുന്നു. ന്യായം പല്ലവിയുടെ ഭാഗത്തായതുകൊണ്ടാണ് ഈ കേസ് ജയിച്ചതെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. സത്യം ജയിച്ചു എന്നൊക്കെ സേതു ഇങ്ങനെ പല്ലവിയോട് പറയുക കേട്ടോ. കോടതി ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പിടിച്ചൊരു നീളനുമ്മ തന്നേനെ എന്നൊക്കെ സേതു പല്ലവിയോട് പറയുമ്പോൾ എന്തെന്ന് അമ്മ നീളനുമ്മ അത് തന്നേനേന്ന്. അപ്പോൾ ഒരിക്കലും അവസാനിക്കാത്തൊരുമ്മ എന്നൊക്കെ ഇങ്ങനെ സേതു പറയാം. തരട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും സേതുവായിട്ട് മര്യാദ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴേക്ക് ഊർമിളയൊക്കെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബെസ്റ്റ്, എന്താ സേതു താനീ കാണിച്ചതെന്ന് ചോദിച്ചു. സേതുവിന് എന്താ പറ്റിയത്, കോടതിക്ക് അകത്ത് വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഊർമിള ചോദിക്കുമ്പം അത് പിന്നെ പെട്ടെന്ന് ഞാനേ പരിസരം മറന്നുപോയി ആ ഒരു സന്തോഷത്തിൽ. അപ്പോഴത്തേക്കും 2 പോലീസുകാർ ഇറങ്ങി വന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും പോലീസുകാർ വന്ന് സേതുവിനെ നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. ജഡ്ജി വിളിപ്പിച്ചിരിക്കുക സേതുവിനെ ചെല്ലാൻ പറഞ്ഞു. എന്തെങ്കിലും ചോദിച്ചാൽ ആ എക്സൈറ്റ്മെന്റിൽ അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയണം, ക്ഷമ ചോദിക്കണം കേട്ടോ എന്ന് ഊർമിള പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അത് ഞാൻ ഏറ്റു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതുവിനെ പറഞ്ഞു വിടുക. ദൈവമേ ഞാനതിനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, സന്തോഷം കൊണ്ട് ഞാൻ പല്ലവി ഇന്ന് എടുത്തു പൊക്കി. അത് എത്ര വലിയ തെറ്റായിപ്പോയെങ്കിൽ ആ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കാൻ ഞാൻ ഞാൻ ഇപ്പോൾ പോയിട്ട് വരാവേ എന്നും പറഞ്ഞുകൊണ്ട് സേതു അവിടെ നിന്ന് കയറി പോകും. ആ പോലീസുകാരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് സേതു പോലീസിൻ്റെ കൂടെ അകത്തേക്ക് കയറി പോകുമ്പം അതെ ഇത്രയ്ക്ക് ആക്രാന്തം പാടില്ല, ഒരു കാമുകനും എന്ന് ഊർമിള പല്ലവിയോട് പറഞ്ഞു. ചെയ്യുന്നു പറഞ്ഞു പല്ലവി അവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് സേതു ജഡ്ജിയുടെ മുന്നിൽ ചെന്ന് ഇങ്ങനെ താണ കേണി ഇങ്ങനെ നിൽക്കുമ്പം ഇത് സ്ഥലം ഏതാണെന്ന് എനിക്ക് അറിയാവുമെന്ന് ചോദിച്ചു. അപ്പോൾ കോടതിയല്ലേ ഇന്ന് സേതു, അപ്പോൾ ഉറപ്പില്ല അല്ലേ എന്ന് ജഡ്ജി. അന്ന് താൻ എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി, അന്നേ അകത്താക്കേണ്ടിയിരുന്നതാ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ സേതു ഇങ്ങനെ ജമ്മി നിൽക്കാം. അല്പം മനുഷ്യപ്പറ്റുള്ളിലുണ്ടായിപ്പോയി, അതുകൊണ്ടാണ് അന്ന് ഞാനത് ചെയ്യാതിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞിട്ട് ചെയ്തു. പക്ഷെ ഇന്ന് താൻ കുറച്ച് ഓവറായെന്നും അതുകൊണ്ട് കോടതി തന്നെ ശിക്ഷിക്കാൻ പോവുകയാണെന്നും ആ മേഡം പറഞ്ഞു. അയ്യോ മേഡം, ഞാൻ ആ സമയത്ത് ഞാൻ എന്നെ തന്നെ മറന്നുപോയി സംഭവിച്ചതാ. അപ്പം അങ്ങനെ മറന്നു പോകാൻ പാടില്ല, ഇനി മറക്കാതിരിക്കാനാ ഈ ഒരു ശിക്ഷ തനിക്ക് തരുന്നതെന്ന് പറയുമ്പം അതെ ജയിലിലേക്ക് വിടുകയാണെങ്കിൽ സെൻട്രൽ ജയിലിലേക്ക് തന്നെ എന്നെ വിടണേ, സെൻട്രൽ ജയില് ആണുങ്ങൾക്കുള്ളതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് സേതു പറയുമ്പം ജയിലിലേക്കോ തന്നെയോ, നല്ല കാര്യമായി, തൽക്കാലം തന്നെ ആശുപത്രിയിലേക്കാണ് വിടാൻ പോകുന്നതെന്ന് പറഞ്ഞു. ആശുപത്രിയിലേക്കോ? അതിന് ഞാനെന്താ, എനിക്കൊരു അസുഖവും ഇല്ല, പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. ഒരു ദിവസം മുഴുവനും ഗവൺമെൻറ് ആശുപത്രിയിൽ താൻ സേവനം അനുഷ്ഠിക്കണമെന്ന് ഇങ്ങനെ ആ മേഡം പറയുമ്പം സേതു ഞെട്ടി. സർവീസ് നടത്തണം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു. അപ്പോഴേ തന്നെ പോലുള്ളവർ പഠിക്കുമെന്ന് മേഡം പറയുമ്പോൾ സേതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ മേഡം സേതുവിനെ ശിക്ഷിച്ചിട്ട് അവിടെ നിന്ന് പോയി. സേതു ആണെങ്കിൽ നേരെ പോകുന്നത് ആശുപത്രിയിലേക്കാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സേതുവായിട്ടാന്ന് പല്ലവി ചോദിച്ചു. അപ്പോൾ എനിക്കൊരു സങ്കടമില്ലടോ, എൻ്റെ കൂട്ടുകാരിയെ ഞാൻ എവിടെ വെച്ചും എടുത്തു പൊക്കും, അതെൻ്റെ അവകാശമാണെന്ന് സേതു പറയുമ്പം അവകാശമോ, കോടതി മുറിയിൽ എന്ത് തോന്നിവാസവും കാണിക്കാമെന്നാണ് സേതു വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമ്മുടെ ഊർമിള ചോദിക്കുമ്പം അത് മനഃപൂർവ്വം അല്ലല്ലോ വക്കീലേ, അത് പിന്നെ വിധി കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റിയില്ല, നീ മനുഷ്യനല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്നൊക്കെ വരും എന്നും പറഞ്ഞ് അങ്ങനെ നമ്മുടെ സേതുവിനെ ഭാഗ്യം കൊണ്ട് റിമാൻഡ് ചെയ്യാതിരുന്നെന്ന് പറയുമ്പം റിമാൻഡ് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് നമ്മുടെ സേതു. ഇന്നത്തെ ദിവസമേ സന്തോഷത്തിൻ്റെ ദിവസമാണ്, ജീവിതത്തിനും കാത്തിരിപ്പിനും ഒക്കെ ഒരർത്ഥം ഉണ്ടെന്ന് തോന്നിയൊരു ദിവസമാണ് ഇന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു. സത്യം പറഞ്ഞാലേ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ചില ആഘോഷങ്ങളൊക്കെ നടത്തേണ്ട ദിവസമാണെന്നൊക്കെ സേതു പറഞ്ഞു. സാരമില്ല പോട്ടെ, നാളെ തിരിച്ചെത്തുമല്ലോ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന് സേതു പറഞ്ഞു. അപ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് സേതുവേട്ടനെ ഇന്ന് എൻ്റെ കൂടെ തന്നെ ഉണ്ടാകണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണെന്ന് പല്ലവി പറയുമ്പോൾ അതിനെന്താ പല്ലവി, ഞാൻ പോയിട്ട് ഉടനെ തന്നെ വരുമല്ലോ, പിന്നെന്താ കുഴപ്പം, ഒരു ദിവസം എന്നൊക്കെ പറയുന്നത് അത്ര വലിയ കാലയളവൊന്നും അല്ല എൻ്റെ പല്ലവി, താൻ ധൈര്യമായിട്ടിരിക്കടോ. അതുമാത്രമല്ല ആശുപത്രി എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് മാഷേ, അവിടെ സേവനം ചെയ്യാൻ കഴിയുന്നത് തന്നെ ഒരു പുണ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. പല്ലവി സന്തോഷമായിട്ടിരിക്കട്ടോ, ഞാൻ പോയിട്ട് വരാം, നമുക്ക് കാണാമെന്ന് പറഞ്ഞ് അവരങ്ങ് പോയി. അതിനുശേഷം ഇവർ സേതുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കാം.
അപ്പോൾ ഇന്നത്തെ ഈ കേസ് തോറ്റായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ എന്ന് നമ്മുടെ ഊർമിള നേരത്തേക്കും പറയാം. നീ എന്തിനാ അതിന് ഊർമിളയോട് പല്ലവി പറയുമ്പോൾ നീ അതിനോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ കേസ് ഇവിടെ തോറ്റിരുന്നെങ്കിൽ നമ്മൾ ഇതായിട്ട് പോയേനെ, ഹൈക്കോടതിയിലേക്ക് പോയേനെ, അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ നമ്മൾ പോയേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പല്ലവിയെ സമാധാനിപ്പിക്കുകയാണ് ഊർമിള. അങ്ങനെ ഇവർ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ചതെല്ലാം കഴിഞ്ഞ് അവർ പിരിഞ്ഞു. ഇത് കഴിഞ്ഞ് ഇനി ഇന്ദ്രൻ കാട്ടൂരാനുമായിട്ട് പോയി നിൽക്കുക. ജീവിതത്തിൽ ജയവും തോൽവിയൊക്കെ സ്വാഭാവികമാണെന്ന് പറഞ്ഞ് കാട്ടൂരാൻ ഇന്ദ്രനെ സമാധാനിപ്പിക്കാൻ നോക്കുക. ഉദാഹരണത്തിന് നെപ്പോളിയൻ ബോണപ്പാർട്ട് അദ്ദേഹത്തിൻ്റെ അതിപ്രശസ്തമായ വാട്ടർ യുദ്ധത്തിൽ താൻ്റെ ഒരു വാട്ടർ യുദ്ധം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയാൽ താൻ പാടുപെടും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. എന്തൊക്കെയാണ് തൻ്റെ വീരവാദം, കോട്ട് വരാൻ താൻ ആ കോട്ട് മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് കോട്ട് വരാനായിട്ട് അടിയും വരച്ചു കൊടുത്തു. അതെ, തൻ്റെ ഈ ദേഷ്യം അത്ര നല്ല സ്വഭാവമല്ലെന്ന് കാട്ടുവരാൻ പറയുമ്പോൾ നമുക്കിത് സുപ്രീം കോടതിയിലേക്ക് കൊടുത്താലും തൻ്റെ കൂടെ ഒരു കേസും വേണ്ട ഒരു കോപ്പും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. നിയമയുദ്ധത്തിന് ഞാൻ ഇനി ഇല്ല എന്ന് നമ്മുടെ ഇന്ദ്രൻ പറഞ്ഞു. പിന്നെ നീ എന്ത് ചെയ്യാൻ പോവാണെന്ന് നേരം ചോദിച്ചു. ഞാൻ സന്യസിക്കാൻ പോവാണെന്ന് ഇന്ദ്രൻ. തനിക്ക് വേണമെങ്കിൽ എൻ്റെ കൂടെ എനിക്കതിനുള്ള പ്രായമൊന്നും ആയില്ല എൻ്റെ ഇന്ദ്ര. ഓഹോ എടോ തന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്നും പറഞ്ഞുകൊണ്ട് കാട്ടുവരാൻ നിൽക്കുക. ഭ്രാന്തളകി ഇന്ദ്രൻ ഇങ്ങനെ നിൽക്കുക. ഞാൻ എൻ്റെ അമ്മയോട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ജയിച്ചു വരുമെന്ന്. ഞാൻ ഇനി എൻ്റെ അമ്മയുടെ മുഖത്ത് എങ്ങനെ നോക്കുമെന്നൊക്കെയാണ് ഇന്ദ്രൻ ചോദിക്കുന്നത്. അപ്പം മോനെ ഇന്ദ്ര, എടോ തൻ്റെ വാക്ക് വിശ്വസിച്ചല്ലേടോ ഞാൻ അമ്മയോട് ജയിക്കുമെന്ന് പറഞ്ഞത്. താൻ കാരണം എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ടില്ലടോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ ഇന്ദ്ര, കോടതിയുടെ മുന്നിലേ നീ മനോരോഗിയാണെന്ന പരാമർശമുണ്ട്. അത് ഒഴിവാക്കി കിട്ടാനെങ്കിലും നമ്മൾ മേൽക്കോടതിയെ സമീപിക്കാം എന്ന് പറയുമ്പം വേണ്ട, ഇനി എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇത് വലിയ കോടാലി ആകുമെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ ഇതിലൊരു നാണക്കേടും തോന്നുന്നില്ല. ഇനി ഞാൻ എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റിയും തിരുത്താൻ ശ്രമിക്കുന്നില്ലെന്നും പാടുപെടുന്നില്ലെന്നും പല്ലവി സേതു എന്ന് പറയുന്നവൻ്റെ ആകുന്ന ആ ഒരു അവസ്ഥ താൻ ചിന്തിച്ച് നോക്കിക്കേടോ. എന്നെ പിന്നെ എന്തിനു കൊള്ളാടോ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ കാട്ടുവരാനോട് ചോദിക്കുക. ഞാൻ പിന്നെ എന്തിനാടോ ജീവിച്ചിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഉണ്ടോടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക. എല്ലാം നഷ്ടപ്പെട്ടു പോയത് എനിക്കാണ്, താനാണ് എന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചതെന്ന് പറയുമ്പം ഞാനോ? അതെ ജയിക്കാൻ സാധ്യതയില്ലാത്ത കേസ് ജയിക്കുമെന്ന് താൻ എന്നോട് നുണ പറഞ്ഞില്ലേടോ എന്ന് ചോദിച്ചു. അത് ഞാൻ അങ്ങ് വിശ്വസിച്ചു, അതാ എനിക്ക് പറ്റിയ തെറ്റ്. സ്വപ്നം കണ്ടു പോയടോ, മോഹിച്ചിട്ട് അത് നടക്കാതിരിക്കുന്നതിലും വലിയ അടി വേറെ എന്താടോ ഉള്ളതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കാം. ഇനി എനിക്ക് എൻ്റെ വഴിയേ ഉള്ളൂ, ഇനി എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യുള്ളൂ എന്നൊക്കെ ഇന്ദ്രൻ കാട്ടൂരാനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി. കാട്ടൂരാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സേതുവിനെ പിന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നിട്ട് പിന്നെ ഒരു കോൺസ്റ്റബിൾ സാറും കൂടെയുണ്ട്. സാറിങ്ങനെ ഏത് നേരം നെല്ല് പോലെ എൻ്റെ കൂടെ നടക്കണമെന്നില്ല, ഞാൻ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തോളാമെന്ന് പറഞ്ഞു. സാറിനറിയോ, ഈ അടുത്ത കാലത്ത് ഞാൻ ഇത്രയും സന്തോഷിച്ച ഒരു ദിവസമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. ഞാൻ സ്നേഹിച്ച പെണ്ണ് അവളെ എനിക്ക് മാത്രമായിട്ട് കിട്ടാൻ കോടതി അനുവാദം തന്നൊരു ദിവസമാണ് ഇന്ന്. അങ്ങനെയുള്ള ഈ ഒരു ദിവസം ഞാൻ കുഴപ്പമൊക്കെ കാണിക്കുമോ സാറേ? അപ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല, എൻ്റെ എണ്ണത്തിന് എനിക്ക് വിശ്വാസമില്ല, എല്ലാവന്മാരും കണക്കാണെന്നൊക്കെ പറഞ്ഞാൽ സാറ്. അതിനുശേഷം ഇവർ നേരെ അവിടുത്തെ സൂപ്രണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം അദ്ദേഹം മനസ്സിലാക്കി. പിന്നെ നമ്മുടെ സേതുവിനെയും കൊണ്ട് ഈ കോൺസ്റ്റബിൾ സാറ് ചെല്ലുന്നു. പിന്നെ അവിടുത്തെ തൂക്കലും തുടയ്ക്കലും ചെയ്യുന്ന ചേച്ചീനെ കൊണ്ടുവന്ന് കാണിച്ചു. അപ്പോൾ താനാണോ സേതു എന്ന് ചോദിച്ചോ ചേച്ചി? അപ്പോൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യം നമുക്ക് കക്കൂസ് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞു. കക്കൂസോ? എന്താ വയ്യേ? അല്ല ഞാൻ വരാം. ശുചിത്വ ഭാരതം അതാണല്ലോ ഗാന്ധിജിയുടെ ഇതെന്നും പറഞ്ഞുകൊണ്ട് കക്കൂസ് കഴുകാനായിട്ടുള്ള ബ്രഷും ബക്കറ്റും അതെല്ലാം കൊടുത്ത് സേതുവിന്. അപ്പോൾ സാറിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് സേതു നേരെ പോകണം. ആ സമയത്ത് ഇവിടെ നമ്മുടെ രാജലക്ഷ്മി ഭ്രാന്ത് കയറിയിരിക്കുക. മകൻ നേരം വീട്ടിലേക്ക് ചെന്ന് കയറുന്നു. മകനെ കണ്ടപ്പോഴേക്ക് അമ്മ ചെന്ന് അടിമുടി നോക്കുക മോനെ, രണ്ട് കാലിലും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ എന്താ അമ്മ ഇങ്ങനെ നോക്കുന്നേ? അല്ല ഏറലാണോ എന്ന് നോക്കിയതാ ഞാനെന്ന്. അമ്മ കേസ് ജയിച്ചാൽ ഈ പഴി ചവിട്ടുമെന്നാണല്ലോ നീ പറഞ്ഞത്. അങ്ങനെയായിരുന്നല്ലോ നിന്റെ വീരവാദം. തോറ്റല്ലോ, 8 നില പൊട്ടിയില്ലേ, എങ്ങനെ കയറിയിടാ നീ വീട്ടിലേക്ക് എന്നൊക്കെ അമ്മ മോനോട് ചോദിക്കുമ്പോൾ മോൻ ഇങ്ങനെ തലയും കുത്തി ഇങ്ങനെ നിൽക്കുക, നാണം കുണുങ്ങി. അമ്മ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മിണ്ടി പോകരുത് നീ എന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി, നിനക്ക് മാത്രമേ ജയിക്കുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു നീ തോക്കുമെന്ന്, തോറ്റ് തുന്നം പാടുമെന്നും പറഞ്ഞിട്ട് രാജലക്ഷ്മി. അമ്മയ്ക്ക് സ്ക്യൂരി അയാളെ എല്ലാം നശിപ്പിച്ചതെന്നും പറഞ്ഞ് മരമണ്ടനായ നീ അയാളോടെ എല്ലാം പോയി ഏറ്റവും പറഞ്ഞ് എഴുന്നള്ളിച്ച് കൊടുത്തില്ലടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അന്നേരം അമ്മ എനിക്ക് അറിയില്ലായിരുന്നല്ലോ അയാൾ അങ്ങനെയാണെന്ന്. അതുകൊണ്ടാണ് നിന്നെ മണ്ടനെന്ന് ഞാൻ വിളിച്ചതെന്നും പറഞ്ഞ് അമ്മ മോനോട് വീണ്ടും ചൂടാവുക. എടാ നിനക്ക് അഹങ്കാരം കുറച്ച് കൂടിപ്പോയടാന്നും പറഞ്ഞ്
ആദ്യത്തെ കേസ് നടത്തിയപ്പോഴുള്ള പല്ലവി അല്ല ഇപ്പോഴൊന്നും തിരിച്ചറിയണമായിരുന്നു. അവൾ മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കുന്നതിൽ നിനക്ക് വീഴ്ച പറ്റിയെന്നൊക്കെ പറഞ്ഞു. ഇനി നീ ഏട്ടങ്ങ് അനുഭവിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അമ്മ മോനോട് ചൂടാവുക കേട്ടോ. പിന്നെ അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജലക്ഷ്മിയുടെ ഫോണിലേക്ക് കോളുകൾ വരിക. കണ്ടോടാ, വിവരങ്ങൾ അറിയാനും എന്നെ കളിയാക്കാനും വിളിക്കുന്നതാണ്. നിന്നെ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റെന്ന് പറഞ്ഞു. എൻ്റെ മോൻ്റെ ജീവിതം ഞാനിനി എന്നോടോ ചെയ്യണേന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാജലക്ഷ്മി ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കുക. അപ്പം ഞാൻ വിശ്വസിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടന്നില്ല അമ്മേ, എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഞാനത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞപ്പം വാശിയുണ്ടോ നിനക്ക്, വാശിയുണ്ടോടാ നിനക്കെന്ന് ചോദിച്ചുകൊണ്ട് അമ്മ, എങ്കിൽ ഈ അമ്മ നിൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി മോനെ എരിവ് കയറ്റി പറഞ്ഞു വിടാൻ നോക്കുക. നമ്മളെ തോപ്പിച്ചിട്ട് ഓരോരുത്തരും ഇവിടെ ഞെളിഞ്ഞ് നടക്കണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജലക്ഷ്മി എന്നിട്ട് കയ്യെ കിടന്ന കഴുത്തയിലും കിടന്ന കോരി വെച്ച് ഇനി എൻ്റെ മോൻ ഒരു പെണ്ണിൻ്റെ ഭാര്യ ആകുന്നത് വരെ ഈ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മി അണിഞ്ഞൊരുങ്ങി നടക്കില്ലെന്ന് പറഞ്ഞ് എല്ലാം ഊരി വയ്ക്കുക. അപ്പോൾ ഇനി നീ ഒരു വരനായി കാണാനായിരിക്കും എൻ്റെ ആഭരണങ്ങൾ ഞാൻ എടുത്തിടുന്ന നിൻ്റെ അച്ഛനാണേ സത്യം എന്നൊക്കെ പറഞ്ഞു. എൻ്റെ ആമാടപ്പെട്ടിയിൽ ഞാൻ വെച്ച് കൂട്ടാൻ പോകുന്ന ആഭരണങ്ങൾ എനിക്ക് നീ തിരിച്ചെടുത്ത് തരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞു. അപ്പോൾ അമ്മ ധൈര്യമായിട്ട് എല്ലാം ഊരി വെച്ചോ, ഞാൻ അമ്മയെ ഈ ആമാടപ്പെട്ടിയിലേക്ക് നയിക്കും, അമ്മ പട്ട് സാരി കൊടുത്ത് രാജലക്ഷ്മിയായി നിൽക്കുന്നത് ഞാൻ കാണിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇന്ദ്രൻ പറയുമ്പോഴത്തേക്ക് അമ്മ എല്ലാം ഊരി ഒരു വിധവയെ പോലെ എന്നുള്ള രീതിയിലൊക്കെ അവിടെ ഇങ്ങനെ കാണിച്ചു കൂട്ടാനൊക്കെ ആയിട്ട് നിൽക്കുന്നതും അങ്ങനെയൊക്കെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.